ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരേ ഫ്രെയിമിൽ ഒരേ സ്ക്രീനിൽ മമ്മൂട്ടി മോഹൻലാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുന്ന വെറും ശത്രുക്കളായല്ല, വെറുതെ മുഖം കാണിച്ചു പോകുന്ന ഒരു ക്യാമിയ റോളുകളുമല്ല. പകരം ഫുൾ ലെങ്ത് സിനിമയിൽ അവരൊന്നിക്കുന്നു. അതാണ് പാട്രിയോട്ട് എന്ന സിനിമയിലൂടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രധാന ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് സൂപ്പർ താരങ്ങൾ ഒന്നിക്കുമ്പോൾ ഒരു സിനിമ വെറും ഒരു സിനിമയല്ലാതെ ഒരു ഹിസ്റ്റോറിക് ഇവൻ്റായി മാറുന്നത്? ഹലോ, ഞാൻ അഞ്ജന ജോർജ്. വെൽക്കം ടു ബട്ട് വൈ. ഏതാണ്ട് 2 പതിറ്റാണ്ടിന് ശേഷം, ആഫ്റ്റർ നിയർലി 2 decades, മമ്മൂട്ടി മോഹൻലാലും വീണ്ടും സ്ക്രീൻ പങ്കിടുകയാണ്. ഇതൊരു ചെറിയ കളിയല്ല, സംഗതി വലുതാണ്. നയൻതാര, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ തുടങ്ങി വമ്പൻ താരനിരയുള്ള ഒരു ത്രില്ലർ. മലയാളി സിനിമാ പ്രേമികൾ ആവേശത്തിലാണ്. ആവേശം സ്വാഭാവികമാണ്. പക്ഷേ ഈ ആവേശത്തിൻ്റെ യഥാർത്ഥ കാരണം കിടക്കുന്നത് ചരിത്രത്തിലാണ്. മലയാള സിനിമയിൽ ഇതിനു മുമ്പും ഇവർ ഒന്നിച്ചിട്ടുണ്ട്. ഇവർ ഒന്നിച്ചപ്പോഴൊക്കെ സിനിമ മാറിയിട്ടുമുണ്ട്. ഇന്ന് നമ്മൾ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കാണുന്നത് 2 ഇതിഹാസങ്ങളായാണ്. പക്ഷേ 1980കളുടെ തുടക്കത്തിൽ അവർ വെറും നടന്മാരായിരുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ തങ്ങളുടേതായ ഒരിടം കണ്ടെത്താൻ ശ്രമിക്കുന്ന 2 യുവാക്കൾ. 1980-ൽ ജയന്റെ അൺഎക്സ്പെക്റ്റഡ് വിയോഗം ഇൻഡസ്ട്രിയിൽ വലിയൊരു വാക്വം ക്രിയേറ്റ് ചെയ്തു. പുതിയ മുഖങ്ങൾക്കും പുതിയ എനർജിക്കും വേണ്ടി സിനിമ കാത്തിരുന്ന സമയം. അപ്പോഴാണ് ഈ 2 നടന്മാർ സിനിമകളിൽ ഒന്നിച്ച് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. എതിരാളികളായല്ല, മറിച്ച് സഹോദരങ്ങളായി, സുഹൃത്തുക്കളായി, സഹപ്രവർത്തകരായി. IV ശശി പോലുള്ള സംവിധായകർ വിശ്വസിച്ചിരുന്നത് ഓൺസെമ്പിൾ സ്റ്റോറി ടെല്ലിങ്ങിലാണ്. അതായത് കഥാപാത്രങ്ങളുടെ ഒരു വലിയ നിര തന്നെ അണിനിരക്കുന്ന സിനിമകൾ. ഈ നാട്, ആ രാത്രി, അതിരാത്രം, കരിയിലക്കാറ്റ് പോലെ ഇങ്ങനെയുള്ള സിനിമകൾ വെറും സ്റ്റാർ വെഹിക്കിൾസ് ആയിരുന്നില്ല. അവിടെ കഥയേക്കാൾ വലിയ താരങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒരേ കഥാപരിസരത്ത് നിന്നുകൊണ്ട് മത്സരിച്ച് അഭിനയിക്കാൻ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞ 2 പ്രതിഭകൾ ഒന്നിച്ചു വളരുന്നത് മലയാളികൾ കണ്ടു നിൽക്കുകയായിരുന്നു. പക്ഷേ 80കളുടെ അവസാനത്തോടെ കളി മാറി. 2 പേരും സൂപ്പർ സ്റ്റാറുകളായി. നടന്മാർ സൂപ്പർ സ്റ്റാറുകളാകുമ്പോൾ അവർ വെറും പെർഫോമേഴ്സ് മാത്രമല്ല, അവർ ബ്രാൻഡുകളായി മാറുന്നു. പിന്നീട് അങ്ങോട്ട് ഇവരുടെ കോമ്പിനേഷൻ സിനിമകൾ കുറഞ്ഞു. ഈഗോയും ഫാൻ ഫൈറ്റും ഒക്കെ സ്വാഭാവികമായും വന്നു. എങ്കിലും ചില പരീക്ഷണങ്ങൾ നടന്നു. നമ്പർ 20 മദ്രാസ് മെയിലിൽ മമ്മൂട്ടിയായി തന്നെ വന്നു. പിന്നീട് വന്ന ഹരികൃഷ്ണൻസ് സിനിമാ ചരിത്രമായി. 2 ഹീറോസ്, 2 ഫാൻ ബേസ്, ആരെയും പിണക്കാതിരിക്കാൻ 2 ക്ലൈമാക്സുകൾ വരെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. തുടർന്ന് വന്നതാണ് ഏറ്റവും വലിയ കൊളാബറേഷൻ 2020. അതൊരു മൾട്ടി സ്റ്റാർ പടം എന്നതിലുപരി മലയാള സിനിമയുടെ ഒരു ആഘോഷമായിരുന്നു. മലയാള സിനിമ ഏതു താരത്തെക്കാൾ വലുതാണെന്ന് ഓർമ്മപ്പെടുത്തലായിരുന്നു ആ ചിത്രം. എന്തുകൊണ്ടാണ് ഇത്തരം സിനിമകൾ ഇത്രയധികം വിജയിക്കുന്നത്? 3 പ്രധാന കാരണങ്ങളാണുള്ളത്. ക്യൂരിയോസിറ്റി, ആരെ കടത്തിവിട്ടും, ആരാണ് ഈ സീൻ കൊണ്ടുപോകുന്നത്, ഇത് കാണാനുള്ള ആകാംക്ഷ. എനർജി, മികച്ച നടന്മാർ ഒത്തുചേരുമ്പോൾ അവരുടെ പെർഫോമൻസ് തമ്മിലുള്ള ഒരു സ്പാർക്ക് സ്ക്രീനിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. സ്കെയിൽ, വലിയ താരങ്ങൾ ഒന്നിക്കുമ്പോൾ ആ സിനിമ ഒരു മാമാങ്കം പോലെ വലുതാകുന്നു. ഇവിടെയാണ് പാട്രിയോട്ട് പ്രസക്തമാകുന്നത്. 1980കളിൽ ഒന്നിച്ച് കരിയർ തുടങ്ങിയവർ 45 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വരുന്നു. ഇതൊരു കാസ്റ്റിംഗ് മാത്രമല്ല, ഇതൊരു ചരിത്രമാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: ഏത് മോഹൻലാൽ മമ്മൂട്ടി സിനിമയാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടത്? 80കളിലെ പരീക്ഷണങ്ങളോ, 90കളിലെ സൂപ്പർ സ്റ്റാർ സിനിമകളോ, അതോ 2020യോ? പിന്നെ പാട്രിയോട്ട് മലയാള സിനിമയിലെ അടുത്ത വലിയ വിസ്മയമാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കൂ. നമുക്കവിടെ സംസാരിക്കാം. സിനിമയെ സ്നേഹിക്കുന്നവർക്കായി, സിനിമയെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് എവറി ഗ്രേറ്റ് ഫിലിം ലീവ്സ് വൺ ക്വസ്റ്റ്യൻ ബിഹൈൻഡ്. ബട്ട് വൈ? ഞാൻ അഞ്ജന ജോർജ്. See you next time.